ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കണ രീതിയൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. ഞാൻ എടുക്കണ ദിവസം പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് മിറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ വൃത്തിയാക്കണം. ഫസ്റ്റ് കിച്ചൺ വൃത്തിയാക്കാനുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചൺ വൃത്തിയാക്കണം. കണ്ടില്ലേ, പിന്നെന്താ, പിന്നെ നമുക്ക് റൂം വൃത്തിയാക്കണം, നമുക്ക് പുറം വൃത്തിയാക്കണം. കുറേ സ്ഥലങ്ങളുണ്ട് വൃത്തിയാക്കാനായിട്ട്. ഇത്രയും ദിവസം ജോലി കഴിഞ്ഞ് വരുന്നത് 10 മണിക്കാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് സീസൺ ടൈം, അതായത് ഈ പെരുന്നാളിലാണ് സീസൺ, എന്താ പറയുക, മെയിനായിട്ടുള്ള സീസൺ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ജോലി നല്ല കുറേ സമയം ഉണ്ടാവും. പെരുന്നാളായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡ് വയ്ക്കലും പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ എന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ 10 മണി ചിലപ്പോൾ കഴിയും. അപ്പോൾ എന്നും ഭയങ്കര ടയേർഡായിട്ടാണ് വരാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല. ഈ 2 ദിവസം റെസ്റ്റ് എടുത്താൽ അത് മാറുള്ളൂ. അപ്പോൾ പെരുന്നാളായിട്ട് ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഉച്ചയ്ക്ക് പറഞ്ഞേക്കണത്. ബക്കറ്റ് ബിരിയാണി ആയിരുന്നല്ലോ പെരുന്നാളിന് ട്രെൻഡ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പയും ഉമ്മയും നമ്മളെ വീട്ടിലേക്ക് അന്ന് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ അധികം പണി ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായി കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ലേറ്റായിട്ട് വരുന്ന കാരണം വീട് സത്യം പറഞ്ഞാൽ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എപ്പിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് വീട് എപ്പോഴും നല്ല പക്ക നീറ്റായിട്ടിരിക്കണം എന്നുള്ളത്. ഒന്നാമത് പുതിയ വീടായതുകൊണ്ട് തന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വരും എന്നും പറഞ്ഞിട്ട്. പിന്നെ അതുമാത്രമല്ല, ആൾക്ക് ഇങ്ങനെ പൊതുവേ ഭയങ്കര നീറ്റ്നെസ് കൂടുതലുള്ള ആളാണ്. എനിക്ക് അത്രയില്ല, എന്നാലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ വീടിൻ്റെ അകമൊക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ റൂം എന്താ അടിക്കാഞ്ഞെന്ന്. ആ റൂമിൽ അമ്പൂസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടേക്കണാൻ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗം അടിച്ച് ക്ലീനാക്കലും എന്താ പറയുക, വൃത്തിയാക്കി ഓരോ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീട് ക്ലീൻ ആക്കണതാണ് കാണിച്ചേക്കണേന്ന്. കാരണം കുറേ ഭാഗങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ പണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാണ് എടുക്കണേ എന്നുള്ള ആ ഒരു സംഭവമൊക്കെ സത്യത്തിൽ ഞാൻ മറന്നുപോയി. കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും അയ്യോ ഇത് വീഡിയോ എടുത്തില്ലല്ലോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കിയില്ലല്ലോ എന്നുള്ള ബോധം വരുന്നത്. നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാം. വീട് പാക്കൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പായസമാണ്. എന്താവോ കുറേ ഉണ്ടാക്കണം. അതാണ് നന്നാവുന്നൊരു സംശയമില്ല. ഞാനങ്ങനെ പായസം വയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പിക്ക് പള്ളിയിൽ പോകണം. ഇപ്പി കുളിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ കിച്ചണിൽ ഇങ്ങനെ പായസം വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് എപ്പി പുതിയ ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഷർട്ടുണ്ട്, അപ്പോൾ അത് ഇടാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ബാക്കി ഞാനും ബൂസൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2-3 പ്രാവശ്യം പോയപ്പോഴും എപ്പി ഒട്ടും സമ്മതിച്ചില്ല. വേണ്ട ഇപ്പോൾ വെറുതെ ഒരു ഷർട്ട് എടുക്കണ്ട. സംഭവം പെരുന്നാൾക്കാണെങ്കിലും ആൾക്ക് ചില വാശികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൾ കൂടെ പോന്നിട്ട് ഷർട്ട് എടുക്കൽ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ഒരു ഷർട്ടും കൊണ്ട് വരാം, കുട്ടിയൊരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഞാനൊരു ഷർട്ട് എടുക്കാൻ പോയിട്ടോ. കടയിൽ ഷർട്ട് എടുക്കാൻ പോയിട്ട് സത്യം പറഞ്ഞാൽ പെരുന്നാളിൻ്റെ തലേദിവസമായതുകൊണ്ട് ഒന്നും കിട്ടിയില്ല. ഒക്കെ ഇങ്ങനെ തിരിവായി എന്ന് പറയില്ല, അതേപോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും സത്യം പറഞ്ഞാൽ ഒട്ടും എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, മനസ്സ് നിറഞ്ഞ് എടുക്കാൻ പറ്റിയില്ല. ഒരു ഷർട്ട് കണ്ടു, അത് തമ്മിൽ ഭേദം അതാണെന്ന് തോന്നിയിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പക്ഷെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഏത് അത് പക്ഷെ ഇപ്പോഴുള്ള കറക്റ്റ് ആണോ? കലക്കി മോനെ. അല്ലാണ്ട് ബോഡി കാണിച്ചിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇതാണോ പുതിയ പാന്റ്? മറ്റേ പാന്റ് കാണിച്ച്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി എന്തിടും? മുടി കെട്ടിച്ച് ബാമ്മാനെ വിളിക്കട്ടെ. അങ്ങനെ എപ്പി പള്ളിയിൽ പോയിട്ടുണ്ട് നിസ്കാരത്തിനായിട്ട്. ഇനി ബാക്കി ഞാൻ ഈ വീട് അലങ്കോലപ്പെടുത്തിയത് വൃത്തിയാക്കണം. കിച്ചണിലുണ്ട്, ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം ഫോൺ കുത്തിയിട്ടേക്കാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഫുൾ ക്ലീനാക്കി നീറ്റാക്കി ഇടണം കേട്ടോ. അപ്പം ഇനി അത് ഞാൻ ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ പറമ്പടിച്ച് ക്ലീനാക്കിയിട്ട് കത്തിക്കുന്നതാണ് കാണുന്നത്. ഫുള്ള് നിങ്ങൾക്ക് ആദ്യമേ ഇവിടെ കാണിച്ചു തന്നായിരുന്നു. അപ്പോഴാണ് നമ്മൾ എന്തോരം അധ്വാനിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും. ഇവിടെ ഫുള്ള് പണിക്കാര സാധനം കച്ചറ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞേക്കായിരുന്നു. ഇത് നമ്മൾ ഫുൾ ക്ലീനാക്കി രണ്ടാളും കൂടി
ദാറ്റ് ഈസ് മൈ അലക്കുകൾ. ഗൈസ്, നമ്മൾ പുറത്ത് വൃത്തിയാക്കായിരുന്നു. കാണുന്നുണ്ടോ? ഫുൾ നമ്മൾ അടിച്ച് ക്ലീനാക്കി പറമ്പ് ഫുള്ള്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല, അത്യാവശ്യം നല്ല ഓ മൈ ഗാഡ്, നരച്ച മുടി, ടു മച്ച് നരച്ച മുടി. ഗൈസ്, എൻ്റെ അലക്കുകലുണ്ടല്ലേ, അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ട് വേണം, എനിക്ക് ഒരുപാട് അലക്കാനുണ്ട്. ഞാൻ എല്ലാതും വാഷിംഗ് മെഷീനിലിടുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഈ ഒരു ബക്കറ്റ് നിറയെ എനിക്ക് അലക്കല്ലിൽ അലക്കാനുള്ളതാണ്. അയ്യോ, ചൂട് ചൂട് ചൂട്. ഇനി അടുത്തത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, ദോശയും ചമ്മന്തിയും. അപ്പോൾ എപ്പി വരുമ്പോഴത്തേനും, പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും ഇതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ്, നസുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും പെരുന്നാൾക്ക് ദോശയും ചമ്മന്തി അല്ല നാസ്ത ഉണ്ടാവാറുള്ളത്. എപ്പിയുടെ വീട്ടിൽ നമ്മൾ പുട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ശരിക്കും പെരുന്നാളിൻ്റെ അന്ന് വെക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. പുട്ടല്ലെങ്കിൽ നിങ്ങളാരും പൊങ്കാലിടാൻ വരരുത് കേട്ടോ. ഇവിടെ ശരിക്കും എനിക്ക് എളുപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഈ ദോശയും ചമ്മന്തിയാണ്. കാരണം ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ അച്ച് വേണം. ആ അച്ച് സംഭവം നമ്മളെ വീട്ടിലില്ല. ഇപ്പം ഇടിയപ്പത്തിനായാലും പത്തിരിക്കായാലും ഒക്കെ, പുട്ടിനായാലും അച്ച്, അതിൻ്റെ സംഭവം വേണമല്ലോ, അതൊന്നും നമ്മളെ വീട്ടിലില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. പത്തിരിയും ചപ്പാത്തിയൊക്കെ നമ്മൾ ഹാഫ് കുക്ക്ഡ് വാങ്ങാറുണ്ട്, പക്ഷെ ഉണ്ടാക്കാറില്ല. തറവാട്ടിലായിരുന്നപ്പോൾ അതൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ചുരിദാർ. ഞാനും അമ്പൂസ റെഡി ആയിട്ടുണ്ട്. അമ്പൂനെയും പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട്. അവൾക്കൊരു സ്കേർട്ടും ഒരു വൈറ്റ് ടോപ്പായിരുന്നു കേട്ടോ. അത് കുറച്ച് ലൂസായിരുന്നു, അത് ഷേപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, എപ്പിനോട് ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പി കൊണ്ടുവന്നില്ല. അങ്ങനെ അപ്പോൾ അത് കുറച്ച് ലൂസ് ഉണ്ട് അവൾക്ക്. എൻ്റെത് ഒരുവിധം കറക്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ റെഡി ആയിട്ട് നേരെ പള്ളിനടയ്ക്കാണ് പോയത്. ഫസ്റ്റ് നമ്മൾ ഇതാണ് പുതിയത്. വലൈക്കും സലാം, ഈദ് മുബാറക്. ഇൻസൈഡൊക്കെ പോയി. ഞാൻ ശാല കണ്ടപ്പോ പറഞ്ഞ ഇത് പഴയതാണാവോ. സൂപ്പറായിട്ട് അടിപൊളി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ ബിരിയാണി ലഭ്യ സൂപ്പർ. അങ്ങനെ പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ നിറച്ച് സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. സൂപ്പർ മട്ടൻ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പൂസ് വാപ്പമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് തന്നെ മനസ്സിലായത് കൊളായിരുന്നു. അപ്പോൾ അവൾ വേഗം കൊണ്ട് കളയിപ്പിച്ചതാണ് കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവളെ വീട്ടിലേക്ക് എല്ലാ കൊല്ലവും നമ്മൾ പോകാറുണ്ട് പെരുന്നാൾക്ക്. അവിടെ ആണെങ്കിൽ അളിയൻ്റെ ഉമ്മ മരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 41 പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവളെ കണ്ട് അവരെല്ലാവരെയും കണ്ട് നമ്മൾ നേരെ അമ്മായിരെ വീട്ടിലേക്ക് വന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു വീടാണ് അമ്മായിരെ വീടെന്ന് പറയുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അവിടെ ഉള്ളവരുടെ പ്രത്യേകതയാണോ ആ വീടിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല. ആ വീടും പരിസരവും ഭയങ്കര ഒരു സമാധാനവും ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു സ്ഥലം എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയേക്കാണ് വീട്ടിലേക്ക്. അമ്മായിരെ അവിടെ പോയി, പിന്നെ പെങ്ങളെ വീട്ടിൽ പോയി, അങ്ങനെ 2 വീട്ടിൽ മാത്രം പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പൂസ് ഇറങ്ങി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയേക്കാണ്. സമയം 7:30. ഇതാരാണിത്? ഈ കുട്ടി ഉറങ്ങിയോ? അപ്പൊ ഗൈസ് ഇനി നമ്മൾ കിച്ചണിലോട്ട് പോവാണ്. ഇനി നമ്മളൊരു പാചകത്തിൻ്റെ ഇതിലേക്ക് പോവാണ് ഗൈസ്. നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണ്. നൈറ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഡാഡി അമ്മയും ഏഞ്ചലൊക്കെ കൂടി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്കത്തെ നമ്മളുടെ മട്ടൻ ബിരിയാണി ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് അവർക്ക് ചപ്പാത്തിയും പൊറോട്ടയും പത്തിരിയും പിന്നെ പനീർ ബട്ടർ മസാല, അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സൂപ്പറായി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഡാഡി. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ട്. പിന്നെ രാത്രി നമ്മൾ കുറേ പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പൂന് ഭയങ്കര നിർബന്ധമായിരുന്നു പടക്കം വാങ്ങണമെന്ന്. അങ്ങനെ കുറേ പടക്കം വാങ്ങി അവരായിട്ട് ഫുൾ പടക്കം പൊട്ടിച്ച് കുറേ വൈകിട്ടാണ് പിന്നെ അവർ പോയത് കേട്ടോ. ഇതാ പവർഫുള്ള്. ദുൽഖർ സൽമാനെ ഗൈസ്. അപ്പോൾ അവർ പോയി. ഇനിയിപ്പോൾ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം സമയം 11 മണി ആയിരുന്നു. അല്ല 12 മണി ആയിട്ടുണ്ട്. 12 മണിയാവാൻ 10 മിനിറ്റുള്ളൂ. ഇനി നമുക്ക് നാളെ മലപ്പുറം പോവേണ്ടതുണ്ട്. അപ്പം അത് കാരണം നമ്മൾ ഇനിയെങ്കിലും കിടന്നില്ലെങ്കിൽ നാളെ എണീക്കാൻ പറ്റത്തില്ല, രാവിലെ തന്നെ എണീക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് എടുത്തത്. അപ്പം എന്താ തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അടുത്തടുത്ത വീഡിയോകളിൽ അതൊക്കെ ശരിയാക്കി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ